ഏറെ പ്രിയപ്പെട്ട കർഷക കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലനായ സംസ്ഥാന പ്രസിഡന്റ് പ്രിയ സ്നേഹിതൻ ശ്രീ മാജുഷ് മാത്യു നേതൃത്വം കൊടുക്കുന്ന ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരം, സത്യാഗ്രഹ സമരം കാലത്ത് 9 മണിക്ക് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച് ഇപ്പോഴും അത് ആവേശത്തോടുകൂടി തുടർന്നുകൊണ്ടിരിക്കുന്നു. നാളെ കാലത്ത് ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിൻ്റെ സമാപന പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും. പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നീണ്ട നിര ശ്രീ മാജുഷിനോടൊപ്പം ഇവിടെ അഭിവാദ്യമർപ്പിക്കാൻ ആവേശത്തോടുകൂടി ഇതിൽ പങ്കാളിയാവാൻ ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ തലങ്ങളിലെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിന് ആധാരമായ വസ്തുതകൾ വയനാട്ടിൽ ജീവിക്കുന്നതായ ഒരാളെന്നുള്ള നിലക്ക്, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള രൂക്ഷമായ പ്രശ്നത്തിൻ്റെ, കർഷകരുടെ രൂക്ഷമായ പ്രശ്നത്തിൻ്റെ ഒരുവിധം പ്രയാസങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ സാധിച്ചതായ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. മലയോര കർഷക മണ്ണിൻ്റെ രക്തം ശരീരത്തിലൂടെ ഒഴുകുന്നതായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് പ്രിയപ്പെട്ട ശ്രീ മാജുഷ് മാത്യു. ദൈന്യതയുടെയും പ്രയാസത്തിൻ്റെയും വേദനയുടെയും കൊടിയ പരാജയത്തിൻ്റെയും കഥയാണ് മലയോര മേഖലയിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവതരമായ പ്രശ്നം. ഇന്ന് വന്യമൃഗശല്യം രൂക്ഷമായി മുന്നോട്ട് പോവുക. കേരളത്തിൽ കാസർഗോഡ് ജില്ല മുതൽ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ ജില്ലയുടെ ഓരഭാഗങ്ങൾ, എറണാകുളം, ഇടുക്കി തുടങ്ങി കോട്ടയം മുതൽ എല്ലാ ഭാഗങ്ങളിലും, ഈ തിരുവനന്തപുരത്ത് അമ്പൂരി വരെ, ഈ കഴിഞ്ഞ ദിവസം ജാഥ സമാപിച്ച മലയോര സമരജാഥ സമാപിച്ച ഇടം വരെ നിരവധിയായ ഇടങ്ങളിൽ രൂക്ഷമായ പ്രയാസങ്ങൾ നേരിടുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും കേരളത്തിലെ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ നടപടികളോ പ്രവർത്തന പദ്ധതികളോ ഒന്നും തന്നെ ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം അനുവദിച്ചതായ 49 കോടി രൂപയിൽ 48% തുകയാണ് അവർ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. പാതി പോലും ചെലവഴിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ ശ്രീ ബേബി ഉൾപ്പെടെയുള്ളതായ ആളുകൾ ഇവിടെയുണ്ട്. വയനാട്ടിൽ അനുഭവിക്കുന്ന രൂക്ഷമായ പ്രശ്നം, ഒരു ഭാഗത്ത് ആന, കാട്ടുപോത്ത്, കുരങ്ങ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, ഇടയ്ക്ക് വളരെ കുറഞ്ഞ സമയത്ത് വന്നിരുന്നതായ കടുവയും പുലിയും നാട്ടിൽ ധാരാളമായി ഇറങ്ങി മനുഷ്യന്റെ ജീവൻ അപഹരിക്കുകയും ഭയവിഹ്വലതയോടുകൂടി ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുകയും അതോടൊപ്പം മറ്റുള്ളതായ വന്യമൃഗങ്ങൾ മുഴുവൻ നാട്ടിലിറങ്ങി കർഷകന് ജീവിക്കാൻ കഴിയാത്തതായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് കാപ്പി പറിക്കാൻ പോയതായ രാധ വളരെ മൃഗീയമായി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അതിന് മാസങ്ങൾക്ക് മുമ്പാണ്
ബത്തേരിയിലെ വാഗേരിയിലെ പ്രജീഷ് ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ക്ഷീര കർഷകനാണ്. പശുവിന് പുല്ലരിയാൻ പോകുമ്പോൾ ആ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കടുവ പിടിച്ച് കഴുത്തിന് പിടിച്ച് 150 മീറ്റർ അപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ശരീരഭാഗങ്ങൾ മുഴുവൻ ഭക്ഷിക്കുന്ന സാഹചര്യമുണ്ടായത്. തോമസിന്റെ മരണവും സമാനമായ രീതിയിൽ കടുവ കടിച്ചെടുത്ത് കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. രാധയെയും ഐസിവ പ്രിയങ്കരനായ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൻ്റെ MLA അവിടെ വന്യമൃഗ പ്രശ്നങ്ങൾക്കെതിരായി അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ജനകീയ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഉജ്ജ്വലമായി നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരൻ ശ്രീ IC ബാലകൃഷ്ണൻ MLA ആണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, അഭിവാദ്യം ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, പ്രജീഷ് കൊല്ലപ്പെട്ടു, തോമസ് കൊല്ലപ്പെട്ടു, രാധ കൊല്ലപ്പെട്ടു. ഈ 3 പേരെയും കടുവ ഭക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. നാട്ടിലുള്ളതായ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അറിയില്ല മലയോരത്തെ ജനതയുടെ കർഷകന്റെ വികാരങ്ങളും പ്രശ്നങ്ങളും. കാലത്ത് 7 മണിക്ക് എസ്റ്റേറ്റ് തൊഴിലാളിയായിട്ടുള്ള കുഞ്ഞവറാൻ എന്റെ നിയോജക മണ്ഡലത്തിൽ ജോലിക്ക് പോകുമ്പോഴാണ് മൂടൽമഞ്ഞിന്റെ അന്തരീക്ഷത്തിൽ ആന വരുന്നത് കാണുന്നില്ല. തൊട്ടു മുമ്പിൽ വെച്ചുകൊണ്ട് ആന മൃഗീയമായി ആ മനുഷ്യനെ കൊല്ലുന്നത്. ചാലിക്കത്തയിലെ അജീഷിനെ സ്വന്തം വീടിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ടാണ് ആന ചവിട്ടിക്കൊന്നത് മാനന്തവാടിയിൽ. മലയോര ജനത പുറത്തിറങ്ങാൻ കഴിയാത്ത ഭീതിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവാണ്. കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് പാല് കറക്കണം. 25,000 ക്ഷീര കർഷകർ വയനാട്ടിൽ മാത്രമുണ്ട്. മലയോര മേഖലയിലെ കർഷകർ മുഴുവൻ ജീവിക്കുന്നത് കാർഷിക വൃത്തിയിലൂടെ, അതും കാർഷിക മേഖലയും അതുപോലെ ആടുമാടുകളെ വളർത്തിക്കൊണ്ടാണ് അവരുടെ ഉപജീവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ 25,000 കർഷകർ, കേരളത്തിലുടനീളമുള്ളതായിരിക്കുന്ന കർഷകർ കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് അവർ പാല് കറന്ന് അവർ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഭയമാണിന്ന്. കാലത്ത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, അവർക്ക് ഭയമാണ്. മലയോര മേഖലയിലെ സാമൂഹ്യ ജീവിതം 5 മണി കഴിഞ്ഞാൽ അവിടെ സാമൂഹ്യ ജീവിതമില്ല. എവിടെ നിന്നാണ് ഇത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് പറയാൻ വയ്യ. ഞാൻ കൽപ്പറ്റയിൽ താമസിക്കുന്ന വീടിന്റെ 1.25 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു അമ്മക്കടുവ 3 കുട്ടികളെയുമായി റോന്തൂറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയപ്പാടിലാണ്. ഇതുപോലെ ഒരു അപകടകരമായ സാഹചര്യം മലയോര കർഷകന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അത് കപ്പയാകട്ടെ, അത് കിഴങ്ങാകട്ടെ, മറ്റുള്ളതായിരിക്കുന്ന ഏത് സാധന സാമഗ്രികളാകട്ടെ, അത് മുഴുവൻ പന്നി കൊണ്ടുപോവുകയാണ്. എന്നാൽ മേലെ ഉണ്ടാകുന്നതായ സാധനങ്ങളോ, ഒരു ചെറിയതായ നാളികേരം ഉണ്ടാകുമ്പോ അത് മച്ചിങ്ങ വലിപ്പത്തിലാകുമ്പോ അത് കുരങ്ങൻ കൊണ്ടുപോകും. ഒരു സാധനം ഉണ്ടാക്കാൻ മലയോര മേഖലയിൽ സാധിക്കാത്ത ഇത്രയും ഗുരുതരമായ സാഹചര്യം. കാപ്പി എസ്റ്റേറ്റ്, കാപ്പിത്തോട്ടങ്ങളാണെങ്കിൽ അതുപോലെയുള്ളതായിരിക്കുന്ന മറ്റ് കാർഷിക തോട്ടങ്ങൾ, വാഴത്തോട്ടം, അതുപോലെ കവുങ്ങിന്റെ തോട്ടം, എല്ലാ തോട്ടത്തിലും കാട്ടാനകൾ കുത്തനെ ഇറങ്ങി നിരങ്ങി നശിപ്പിക്കുകയാണ്. ഞങ്ങൾ പലവട്ടം പറഞ്ഞു, ആ കർഷകന്റെ നഷ്ടപരിഹാര തോത് നിങ്ങളൊന്ന് ഉയർത്തണം. കേന്ദ്രമന്ത്രി വന്നിരുന്നു വയനാട്ടിൽ, ബഹുമാന്യനായ IC ബാലകൃഷ്ണൻ MLAയും ഞാനും നേരിട്ട് പോയി. മന്ത്രിയെ കണ്ടു, മന്ത്രിയോട് സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഒരു മനുഷ്യനെ കൊന്നാൽ 10 ലക്ഷം രൂപ അവന്റെ കുടുംബത്തിന് ആശ്വാസം കൊടുത്താൽ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം മാറുമോ? നിങ്ങൾ എത്ര എഗ്രിമെന്റ് വെച്ചു? ആ ബോഡി എടുക്കാൻ, മരിച്ചു കിടക്കുന്ന ബോഡി എടുക്കാൻ ആ കുടുംബത്തിന്റെ വിഷമത്തിന്റെ കൂടെ പങ്കുചേർന്ന് അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് എഗ്രിമെന്റ്. അതിൽ പറയും കുടുംബത്തിന് 25 കൊടുക്കണം, 25 ലക്ഷം, 50 ലക്ഷം കൊടുക്കണം. മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കണം. ഭാര്യക്കോ മക്കൾക്കോ ജോലി കൊടുക്കണം.
അവരുടെ കടങ്ങൾ സർക്കാർ എഴുതി തള്ളണം. എത്ര എഗ്രിമെന്റുകൾ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, IC നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ഈ ഗവൺമെന്റ് പാലിച്ചോ? ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് മന്ത്രി പാലിച്ചോ? ഈ ഗവൺമെന്റ് പാലിച്ചോ? മലയോര ജനതയെ പൂർണ്ണമായും അവഗണിച്ചാണ് ഈ സർക്കാർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാരിന് മലയോര ജനത ഈ സർക്കാരിന്റെ അജണ്ടയിലില്ല. ഉത്തരവാദിത്ത പ്രവർത്തനത്തിൽ ഈ സർക്കാരില്ല, സർക്കാരിന്റെ ഭാഗമായിട്ടില്ല. അതുകൊണ്ടാണ് മലയോര ജനതയുടെ വിഷമം ഏറ്റെടുത്ത്, മലയോര കർഷകന്റെ വിഷമം ഏറ്റെടുത്ത് അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഫെൻസിംഗ് ഇല്ല, ട്രഞ്ചിങ് ഇല്ല, വാൾ ബിൽഡിംഗ് ഇല്ല, ആധുനിക സാറ്റലൈറ്റ് സംവിധാനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ എല്ലാം ക്രമീകരിച്ച് അലാമിംഗ് സിസ്റ്റം ഇല്ല. എങ്ങനെ ജീവിക്കും? ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടു അസംബ്ലിയിലെ റിട്ടയറിംഗ് റൂമിൽ. ഞാൻ ചോദിച്ചു, കടുവയെ നിയന്ത്രിക്കാൻ വല്ല പദ്ധതിയുണ്ടോ? നേരത്തെ ആനയ്ക്ക് വേണമെങ്കിൽ കിടങ്ങ് കുടിക്കുക, ആന വരാതിരിക്കാൻ ഫെൻസിംഗ് ആക്ക, ആന വരാതിരിക്കാൻ മതിൽ കെട്ട. സാർ എന്ത് ചെയ്യും കടുവ? മന്ത്രി പറയാ ഒന്നും ചെയ്യാൻ പറ്റൂല. ജനങ്ങൾ എന്ത് ചെയ്യും? ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് റേഡിയോ കോളർ അടക്കം ധരിപ്പിച്ച് ഇതിന്റെ വഴികൾ കൃത്യമായി നിശ്ചയിച്ച് ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ സംവിധാനം വരെ സർക്കാരിന്റെ കയ്യിലില്ല. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സർക്കാരും ഒരു മന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ സന്ദർഭത്തിലാണ് മലയോര മേഖലയിൽ ജനിച്ച് അവിടെ വളർന്ന് മലയോര മേഖലയുടെ ഏറ്റവും വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി ഉത്തരവാദിത്ത കർഷകനായി വളർന്ന് ജീവിച്ച് അതിന്റെ വേദനകളിലൂടെ കടന്നു വന്നതായ ഒരു പൊതുപ്രവർത്തകൻ മാജുഷ് ഇന്ന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കർഷക കോൺഗ്രസ് അതിന്റെ സംസ്ഥാന അധ്യക്ഷനും സഹപ്രവർത്തകന്മാരും ഈ വലിയ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഞാൻ അദ്ദേഹത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. ഈ സമരത്തിൽ നിന്ന് മാജുഷിനെ ചെറുപ്പകാലം മുതൽ അറിയുന്നതായ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ചെറുപ്പകാലം മുതൽ ഏറ്റെടുത്ത ജോലിയിൽ ഉത്തരവാദിത്തവും അർപ്പണബോധവും കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇതിന്റെ തുടർ സമരങ്ങളും പരിപാടികളും കർഷക കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കേരളീയ പൊതുസമൂഹവും കർഷകരും പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ വലിയ ധാർമ്മിക സമരത്തിന്, വലിയ പ്രയാസകരമായ ഈ സമരത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.